നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആത്മഭാരതം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും ആത്മീയതയും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്കത് പ്രചോദനമാകും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ആകാശം മാറുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വന്നിരുന്നത് ഒരേ ഒരു പേരാണ്, ISRO. പക്ഷേ ഇന്ന് ചിത്രം മാറുകയാണ്. ISROയ്ക്കൊപ്പം യുവാക്കൾ ആരംഭിച്ച സ്പേസ് സ്റ്റാർട്ടപ്പുകൾ, പ്രൈവറ്റ് കമ്പനികൾ, പുതിയ റോക്കറ്റ്സ്, സാറ്റലൈറ്റ്, സ്പേസ് ടെക്നോളജി എല്ലാം ചേർന്ന് ഇന്ത്യയിൽ ഒരു പുതിയ സ്പേസ് എക്കോസിസ്റ്റം രൂപപ്പെടുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഷണൽ സ്പേസ് ഡേയിൽ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു സന്ദേശം നൽകിയത്. ഡ്രീം ഈവൻ ബിഗർ, ഇന്നവേറ്റ് മോർ ആൻഡ് പുഷ് ന്യൂവർ ഫ്രോണ്ടിയേഴ്സ്. അഥവാ ഇതുവരെ നേടിയതിൽ നിർത്തരുത്, ഇനിയും വലിയ സ്വപ്നങ്ങൾ കാണണം, കൂടുതൽ ഇന്നോവേഷൻ നടത്തണം, പുതിയ അതിരുകൾ തേടണം. എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയി നമ്മൾ കാണുന്നത്? ഇതിന് പിന്നിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമുണ്ട്. ഓഗസ്റ്റ് 23, 2023 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ആ വിജയത്തിന് ശേഷം ഓഗസ്റ്റ് 23 എല്ലാ വർഷവും നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതായത് നാഷണൽ സ്പേസ് ഡേയിൽ ഒരു ആഘോഷം മാത്രമല്ല, ഇന്ത്യയുടെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇത്തവണ മോദി ആരെയാണ് കണ്ടത്? ഇവിടെയാണ് ഈ വർഷത്തെ നാഷണൽ സ്പേസ് ഡേ കൂടുതൽ രസകരമാകുന്നത്. പ്രധാനമന്ത്രി ഇന്ത്യയിലെ 20 സ്പേസ് സ്റ്റാർട്ടപ്സിൻ്റെയും സിഇഒകളെയും ഫൗണ്ടേഴ്സുമായും കൂടിക്കാഴ്ച നടത്തി. അവരുടെ ഐഡിയാസ് കേട്ടു, അവരുടെ ടെക്നോളജി മനസ്സിലാക്കി, അവരുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് അവരുടെ എനർജി ആൻഡ് അംബിഷൻ തന്നെ വളരെ ആകർഷിച്ചുവെന്നാണ്. അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാം ഇനി സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്ത്യയിലെ യുവ സംരംഭകരും പ്രൈവറ്റ് കമ്പനീസും ഈ യാത്രയുടെ ഭാഗമാവുകയാണ്. ISRO പ്ലസ് സ്റ്റാർട്ടപ്സ് ഈക്വൽ ടു പുതിയ ഇന്ത്യ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈവറ്റ് സെക്ടർ വരുന്നു എന്നതിൻ്റെ അർത്ഥം ISROയുടെ പ്രാധാന്യം കുറയുന്നു എന്നല്ല, മറിച്ച് ISRO സൃഷ്ടിച്ച പതിറ്റാണ്ടുകളുടെ ശാസ്ത്രീയ അടിത്തറയ്ക്ക് മുകളിൽ പുതിയ പ്രൈവറ്റ് എക്കോസിസ്റ്റം വളരുകയാണ്. റോക്കറ്റ് ടെക്നോളജി, സാറ്റലൈറ്റ് മാനുഫാക്ചറിംഗ്, എർത്ത് ഒബ്സർവേഷൻ, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സ്പേസ് ഡാറ്റ, സ്പേസ് ഡിബ്രിസ് മാനേജ്മെൻറ്റ്, അങ്ങനെ അനേകം മേഖലകളിലാണ് പുതിയ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. മോദി ഈ സ്റ്റാർട്ടപ്സിനോട് പറഞ്ഞത് പ്രധാന കാര്യങ്ങളിലൊന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ടാലൻറ്റിനെയും ബിസിനസ്സിനെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഇന്നൊവേഷൻ എക്കോസിസ്റ്റം സൃഷ്ടിക്കണം എന്നതായിരുന്നു. സ്പേസ് ടെക്നോളജി സാധാരണക്കാരൻ എന്ത് പ്രയോജനം എന്നൊരു ചോദ്യമുണ്ട്. റോക്കറ്റ് ചന്ദ്രനിലേക്ക് പോയാൽ എൻ്റെ ജീവിതത്തിന് എന്താണ് മാറ്റം? വളരെ നല്ലൊരു ചോദ്യമാണത്. സ്പേസ് ടെക്നോളജി എന്നത് ചന്ദ്രനും ചൊവ്വയും മാത്രമല്ല. സ്പേസ് ടെക്നോളജിയെ ഉപയോഗിച്ച് കൃഷി നിരീക്ഷിക്കാം, കാലാവസ്ഥ പ്രവചിക്കാം, ചുഴലിക്കാറ്റുകളും പ്രകൃതി ദുരന്തങ്ങളും നിരീക്ഷിക്കാം, ഭൂമിയുടെ മാപ്പിംഗ് നടത്താം, കപ്പൽ ഗതാഗതത്തെ സഹായിക്കാം, കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താം, പരിസ്ഥിതി മാറ്റങ്ങൾ നിരീക്ഷിക്കാം. പ്രധാനമന്ത്രി സ്റ്റാർട്ടപ്സിനോട് അഗ്രികൾച്ചർ, ലൈഫ് സ്റ്റോക്ക്, ഡയറി, എൻവയോൺമെൻറ്റ് തുടങ്ങിയ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിലും സ്പേസ് ടെക്നോളജി പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് വളരെ പ്രധാനപ്പെട്ട സന്ദേശം. സ്പേസ് ടെക്നോളജി ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം. ഇന്ത്യയിലെ യുവാക്കൾക്ക് ഇതൊരു പുതിയ അവസരമാണ്. ഇന്ത്യയുടെ സ്പേസ് സെക്ടർ തുറന്നതോടെ മറ്റൊരു വലിയ മാറ്റവും നടക്കുകയാണ്. സ്പേസ് എന്നത് ഇനി ISRO സയൻറ്റിസ്റ്റ് ആകുന്നതിൽ മാത്രം ഒതുങ്ങുന്ന കരിയറല്ല. എഞ്ചിനീയറിംഗ്, AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ്, ഡാറ്റ സയൻസ്, റിമോട്ട് സെൻസിംഗ്, സോഫ്റ്റ്വെയർ, മെറ്റീരിയൽ സയൻസ്, ഓൺട്രപ്രണർഷിപ്പ്, അങ്ങനെ അനേകം മേഖലകളിലൂടെ യുവാക്കൾക്ക് സ്പേസ് ഇൻഡസ്ട്രിയിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു സ്റ്റാർട്ടപ്പ് CEO പറഞ്ഞ ശ്രദ്ധേയമായ കാര്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിദേശത്ത് ജോലി ചെയ്യുന്ന ചില ഇന്ത്യൻ പ്രൊഫഷണലുകൾ പോലും ഇന്ത്യയിലെ സ്പേസ് എക്കോസിസ്റ്റം വളരുന്ന കണ്ട് തിരികെ വന്ന് പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നാണ്. ഇനി ലക്ഷ്യമെന്ത്? ഇന്ത്യയുടെ അടുത്ത ചോദ്യം ഇതാണ്: നമ്മുടെ മെഷീൻസ് നടത്താൻ സാധിക്കുമോ എന്നതല്ല, നമ്മൾ അതിനോടകം തെളിയിച്ചു. ഇനി അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ സ്പേസ് എക്കോണമിയിൽ ഇന്ത്യക്ക് ഇനി എത്ര വലിയ പങ്ക് നേടാൻ സാധിക്കുമെന്നാണ്. ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഇന്ത്യയിൽ മാത്രം വിജയിച്ചാൽ മതിയാകില്ല, അവ ലോകത്തിന് ടെക്നോളജി നൽകുന്ന കമ്പനീസായി വളരണം. ഗ്ലോബൽ കസ്റ്റമേഴ്സ് ഇന്ത്യയിലേക്ക് വരണം. ഗ്ലോബൽ ടാലൻറ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കണം.
ഇന്ത്യ ഇന്നൊവേഷൻ ലോകം അന്വേഷിക്കണം. അതായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്റ്റാർട്ടപ്പ് ഇൻട്രാക്ഷനിലെ പ്രധാന ആശയങ്ങളിലൊന്ന്. സൈക്കിളിൽ നിന്നും ചന്ദ്രനിലേക്ക് ഇന്ത്യയുടെ സ്പേസ് ജേണി ഓർക്കുമ്പോൾ ആ ഒരു പഴയ ചിത്രം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആദ്യകാലത്ത് റോക്കറ്റ് കമ്പോണൻസ് വരെ വളരെ ലളിതമായ സംവിധാനങ്ങളിലൂടെ കൊണ്ടുപോയിരുന്ന രാജ്യം പതിറ്റാണ്ടുകളുടെ പരിശ്രമത്തോടെ സാറ്റലൈറ്റ് നിർമ്മിച്ചു, റോക്കറ്റ് വിക്ഷേപിച്ചു, ചന്ദ്രനിലെത്തി, മാർസ് മെഷീൻ നടത്തി, ചന്ദ്രയാൻ 3 വിജയിപ്പിച്ചു. ഇപ്പോൾ സ്വകാര്യ സ്പേസ് കമ്പനീസിൻ്റെ ഒരു പുതിയ തലമുറ സൃഷ്ടിക്കുന്നു. 2026 നാഷണൽ സ്പേസ് ഡേയിൽ ISRO ചെയർമാനും ഇന്ത്യയുടെ ഈ യാത്രയെ വളരെ ലളിതമായ തുടക്കങ്ങളിൽ നിന്നും ഗ്ലോബൽ സ്പേസ് ലീഡർഷിപ്പിലേക്കുള്ള യാത്രയായി ഓർമ്മിപ്പിച്ചു. നാഷണൽ സ്പേസ് ഡേ നമ്മളോട് പറയുന്നത് ഒരു കാര്യമാണ്: ചന്ദ്രനിലെത്തിയത് അവസാനമല്ല, അത് നമ്മുടെ അടുത്ത യാത്രയുടെ തുടക്കമാണ്. ISROയുടെ അനുഭവം, നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ കഴിവ്, യുവാക്കളുടെ ഇന്നൊവേഷൻ, പ്രൈവറ്റ് സ്റ്റാർട്ടപ്സിൻ്റെ അംബിഷൻ, ഇവയെല്ലാം ഒന്നിച്ചാൽ അടുത്ത പതിറ്റാണ്ടിൽ ഇന്ത്യയുടെ സ്പേസ് സ്റ്റോറി എവിടെ എത്തുമെന്ന് ഇന്ന് പ്രവചിക്കാൻ പോലും പ്രയാസമാണ്. ഒരുപക്ഷെ അടുത്ത വലിയ ഇന്ത്യൻ കമ്പനി ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആയിരിക്കണമെന്നില്ല, അതൊരു സ്പേസ് കമ്പനി ആയിരിക്കാം. ഒരുപക്ഷെ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം നാളത്തെ ഇന്ത്യൻ റോക്കറ്റ് ഡിസൈനർ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഓൺട്രപ്രനർ, അല്ലെങ്കിൽ ആസ്ട്രോനോട്ട്. അതുകൊണ്ടാണ് നാഷണൽ സ്പേസ് ഡേയിലെ സന്ദേശം വളരെ ലളിതവും ശക്തവുമാകുന്നത്: ഡ്രീം ബിഗർ, ഇന്നോവേറ്റ് മോർ ആൻഡ് പുഷ് ന്യൂ ഫ്രോണ്ടിയേഴ്സ്. ഇന്ത്യയുടെ അടുത്ത വലിയ ബഹിരാകാശ നേട്ടം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ചന്ദ്രനിൽ മെഷീൻ, മാർസ് മെഷീൻ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ, അതോ ലോകത്തെ നയിക്കുന്ന ഇന്ത്യൻ പ്രൈവറ്റ് സ്പേസ് കമ്പനീസ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആത്മഭാരതം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.